മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC മോഡൽ എക്സാം ഫെബ്രുവരി 2019 നടന്ന പേപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കൊടുത്തേക്കുന്നത് ഡുഡലീത്തോ പരായി ഹേ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് സഹി പ്രസ്താവന ചുൻകർ ലിഖോ എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് തേരി എന്നതിൻ്റെ സർവനാമം എഴുതാൻ തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ആ ഒരു തന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ പട്കഥ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ നിലവിൽ നമുക്കിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാർട്ട് നമുക്ക് മെല്ലെ വിടാം. അടുത്തത് അകാൽ ഓർ ഉസ്കെ ബാദ് എന്നുള്ളൊരു ചാപ്റ്ററിൽ നിന്നാണ്. അതിനകത്ത് നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ഘർ ബർ കി ആംഗോം അതെന്താ ഉദ്ദേശിച്ച് കവിക്ക് അനുസാർ യഹം ഘർ കെ സദസ്യ കോൻ കോൻ ഹേ അത് അങ്ങനെ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പോസ്റ്ററും ഒരു ലഘുലേഖയാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പ്രിഫർ ചെയ്യാം പോസ്റ്ററാണ്, കാരണം ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ടാക്കൂർ കാ കുവ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ജോക്കു കെ സ്ഥാൻ പർ ഗംഗി കാ പ്രയോഗ് കർക്കെ വാക്യ കാ പൂർണ്ണ അത് ഉദ്ദേശിച്ചേക്കുന്നത് ജോക്കു എന്ന സ്ഥാനത്ത് ഗംഗി എന്നാക്കുക. താഴെ ഒരു ഹൈലൈറ്റ് ചെയ്തൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ജോക്കു എന്നതിന് പകരം ഗംഗി എന്നാക്കിയാൽ ആ ഒരു സെൻറ്റൻസിൽ ഗ്രാമറിൽ എന്ത് ചേഞ്ച് ആയിരിക്കും വരിക എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അവിടെ രഹി ഹേ എന്ന് പറയും. ഗംഗി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ പദം ആയതുകൊണ്ട് രഹി ഹേ എന്നായിരിക്കും വരിക. അടുത്തത് ഓർ ക്വസ്റ്റ്യനിൽ ബാത്ചീത്ത് അല്ലെങ്കിൽ ഗംഗയുടെ ചരിത്രഗത ടിപ്പണിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ അത് ചൂസ് ചെയ്യാം. പക്ഷേ പ്രിഫർ ചെയ്യുക ബാത്ചീത്താണ്, ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ബീർബഹൂട്ടിയിലെ ഒരു ഏരിയ തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗ്രാമറാണ്. അതിനകത്ത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്, അത് കംപ്ലീറ്റ് ചെയ്യണം. ബേല പാഠശാലാമേ പഠിത്തി ഹേ ബേല പഠിക്കുന്നു. ബേല പാഠശാലാമേ പഠേങ്കി. അടുത്തത് സാഹിൽ പാഠശാലാമേ പഠിത്താ ഹേ. അടുത്ത് എന്തായിരിക്കും? നിങ്ങൾക്ക് പഠേങ്ക എന്നായിരിക്കും വരിക, കാരണം ഗീ വരില്ല, അത് സ്ത്രീലിംഗമാണ്. സാഹിലാകുമ്പോൾ പുല്ലിംഗം വേണം, അതുകൊണ്ട് പഠേങ്ക എന്നത് വന്നത്. അടുത്തത് ബേല ഓർ സാഹിൽ അബ് ഫുലേരി കെ സ്കൂൾ മെയിം നെഹി പഠ് സക്തേ ക്യോ. എന്തുകൊണ്ട് അവിടെ ക്ലാസ് അത്ര വരെയുള്ളൂ, അടുത്ത ക്ലാസ്സിലേക്ക് അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ വേറെ സ്കൂളിൽ പോകണം. ജസ്റ്റ് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതാവുന്നേ ഉള്ളൂ. അടുത്തതൊരു കത്താണ് ചോദിച്ചിരിക്കുന്നത്, ഓർ ക്വസ്റ്റ്യൻ ഇല്ല, സോ അത് തന്നെ എഴുതാം. ഇനി ബസന്ത് മേരി ഗാവ് കാ എന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അതിനകത്ത് നിന്ന് ഫൂൽദേവി കാ ത്യോഹാർ കിസ് ഋതു മേ മനായ ജാതാ ഹെ. ഏതാ? ബസന്ത് ഋതു. ബി ആണ് ആൻസർ. ഫൂൽ ന മുർജാവ ഇസ്ലിയെ ബച്ചെ ക്യാ കർത്തേ ഹെ. നമുക്കറിയാം ആ ഒരു കേടുവരാതിരിക്കാൻ അവരെങ്ങനെയാണ്, അത് ആ ഒരു സെൻറ്റൻസ് കറക്റ്റ് അതുപോലെ തന്നെ പറയുന്നുണ്ട്. ടോക്രിക്കോ രാത്ത് ബർ പാനി സേ ബരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നുണ്ട്. ലാസ്റ്റ് കണ്ടോ, തക്ക് മുർജാന പായേ ആവില്ല എന്ന് പറയുന്നുണ്ട്, വാടി പോവില്ല എന്ന് പറയുന്നുണ്ട്. മുർജ മീൻസ് വാടുക, വാടാതെ അങ്ങനെ അവരൊരു കൊട്ടയിൽ വെള്ളമൊക്കെ വെച്ച് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാണ് അവർ വാടാതെ സൂക്ഷിക്കുന്നത്. അത് തന്നെയാണ് 2 മാർക്കിന് ചോദിച്ചേക്കുന്നത്. അടുത്തത് ആശയം. ഈ ഒരു പിരമിഡിൻ്റെ ആശയം മനസ്സിലാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാ പിരമിഡിൻ്റെയും വെച്ച് ആൻസർ. സോ നിങ്ങളത് നോക്കാവുന്നതാണ്. ഇതൊരു ഓൾഡ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്, കാരണം ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാം 2017 മുമ്പ് വരെ ഇങ്ങനത്തെ പിരമിഡ് ക്വസ്റ്റ്യൻസ് ഇല്ല. 2018-ലും 19-ലും ഈ രീതിയിലാണ് പിരമിഡ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പിന്നെ 20 തൊട്ട് ഇന്ന് ഈ വർഷം വരെ 2024 വരെ പിരമിഡിൽ ആഡ് ചെയ്യേണ്ട വേർഡ്സ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ ആ രീതി പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത്
കഹാനി കാ അംശ പഠോ, കഥയുടെ അംശം മനസ്സിലാക്കി താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇതോടെ കഴിഞ്ഞു. ഇതെനിക്ക് തോന്നി ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് ഔട്ട് ഓഫ് ആണ്. കാരണം ഇയർ കണ്ടല്ലോ നിങ്ങൾ, 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. കാരണം ഓൾമോസ്റ്റ് കുറച്ചൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വരുമെന്നറിയാനായിരിക്കുമല്ലോ നോക്കുന്നുണ്ടാവുക. സോ അതിനൊരു മോഡൽ തരാം എന്നേ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആൻസർ വേണമെങ്കിൽ തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. സോ എല്ലാവരും നന്നായി എക്സാം എഴുതുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.